Good evening, students. Welcome to a lecture series of quantum mechanics. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റം ആണ് ഡിസ്കസ് ചെയ്തത്. ബോർ തിയറി എന്താണെന്നും ബോർ പോസ്റ്റുലേറ്റ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തു. ബോർ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്തതിന് ശേഷം അതുപയോഗിച്ചുകൊണ്ട് ഓർബിറ്റൽ റേഡിയസിന് ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സർട്ടൻ പ്രിവിലേജ്ഡ് ഓർബിറ്റുകളിൽ സർക്കുലർ ഓർബിറ്റുകളിൽ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും, അപ്പോൾ അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് റിലേഷൻസ് ഈ രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഉപയോഗിച്ച ഇക്വേഷൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് 5ഉം 6ഉം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് അത് ഈ രണ്ട് ഇക്വേഷൻസും റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഓർബിറ്റൽ റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു. RN = n² a0. ഇവിടെ നമ്മൾ പറഞ്ഞത് ഓർബിറ്റൽ റേഡിയസും ആംഗുലർ മൊമെൻറ്റും ഒക്കെ ക്വാണ്ടിറ്റൈസ്ഡ് ആണ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനെ നമ്മൾ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റിൻ്റെ ഫോമിലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. A0 എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.53 angstrom. It fits exactly with the experimental data that was already available before 1930. അപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ചില സർട്ടൻ ഓർബിറ്റുകളിലാണ്. അത്തരം സർട്ടൻ ഓർബിറ്റുകളിൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് nh/2π. ദിസ് ഈസ് നോട്ട് nh/2π. Okay, angular momentum will be integral multiple of h/2π, or simply you can write it as nh cross. Okay, so നമ്മൾ ആ h cross എന്ന് പറയുന്ന സിമ്പിൾ മിസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇക്വേഷൻ എഴുതിയത്. അപ്പോൾ ഇക്വേഷൻ 5ഉം 6ഉം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് എന്താ പറയുക, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നുള്ള രീതിയിൽ ഇക്വേറ്റ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഈ രണ്ട് ഇക്വേഷൻസും കിട്ടി. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൽ വിയും ഉണ്ട് RN ഉണ്ട്, രണ്ടിലും VNഉം RNഉം ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം RN കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ VN കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഓർബിറ്റൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. യു സിംപ്ലി ഡിവൈഡ് ഇക്വേഷൻ നമ്പർ 5 വിത്ത് ഇക്വേഷൻ നമ്പർ 6, which implies എന്ത് വരും, mVn² RN divided by mVREN is equal to E² divided by 4πε0 divided by nh cross. Okay, so നമുക്കതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇത് വെട്ടിപ്പോയി, എം വെട്ടിപ്പോയി, RNഉം വെട്ടിപ്പോയി. VN is equal to 1/n into E² divided by 4πε0 h cross എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതിനൊന്നും കൂടി റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു. മുകളിൽ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിലും C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ E² divided by 4πε0 h cross C എന്ന് എഴുതാം. This quantity is called the fine structure constant alpha. So that will be equal to C/n into alpha. Vn orbital velocity is അല്ലെങ്കിൽ orbital speed എന്ന് പറയുന്നത് C/n into alpha എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓർ സിംപ്ലി യു ക്യാൻ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ അവസാനം ഉപയോഗിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 11 ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇക്വേഷൻ നമ്പർ 12a. ഇതിനെ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഈ അതായത് ആൽഫയുടെ രൂപത്തിൽ അല്ലാതെ എഴുതുകയാണെങ്കിൽ that will be equal to E² divided by 4πε0 h cross n, which is equation number 12b. നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 12 എന്ന് പറയുന്നത് 12a യും 12b യും
വെലോസിറ്റിയുടെ എക്സ്പ്രഷൻസ് ആണ്, ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻസ് ആണ്. അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ എക്സ്പ്രഷൻ എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി. Vn proportional to 1/n. That means orbital velocity is inversely proportional to the integer n or the quantum number, principal quantum number. നമ്മൾ പറഞ്ഞു n എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പർ ആണ്, n ഇൻറ്റിജർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർബിറ്റ് ഹയർ ഓർബിറ്റിലേക്ക് പോകും തോറും വെലോസിറ്റി കുറയും. അപ്പോൾ ഹയസ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഹയസ്റ്റ് സ്പീഡ് ഓഫ് ഇലക്ട്രോൺ എവിടെയായിരിക്കും കിട്ടുക? ഫസ്റ്റ് ഓർബിറ്റിലായിരിക്കും. ഓർബിറ്റൽ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് ഓർബിറ്റൽ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹയസ്റ്റ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ വെലോസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഫസ്റ്റ് ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പീഡ് എത്രയാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് Vn is equal to നമുക്ക് കിട്ടിയേക്കുന്നത് Vn is equal to C/n into alpha എന്നുള്ളതാണ്. Alpha is 1/137 and for n is equal to 1, the first orbit, V1 is equal to C alpha എന്ന് എഴുതാം. C എന്ന് പറയുന്നത് എത്രയാണ്? It is 3 into 10 raised to 8 meter second raised to -1. Alpha is a dimensionless quantity. Its value is 1/137. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇത് നിങ്ങൾക്കറിയാം 1/100 ആ റേഞ്ചിലാണ്. 10 raised to 6 meter second raised to -1 വരും. അതായത് 1/100 ഓഫ് C. സോ ഒരു ഇവിടുത്തെ Vn എന്ന് പറയുന്നത് നമുക്ക് Vn ഈസ് ലെസ് ദാൻ C, ഫാർ ലെസ് ദാൻ C. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സ്പീഡിന് കമ്പയറബിൾ അല്ല. 0.01 C ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. 0.01 C ഒക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് അത്ര വലിയ ഒരു അപ്രീഷിയബിൾ ആയിട്ടുള്ള വെലോസിറ്റി അല്ലാത്തതുകൊണ്ട് തന്നെ വി ക്യാൻ അപ്ലൈ നോൺ റിലേറ്റിവിസ്റ്റിക് ഫോർമുല or non-relativistic theory for the orbital motion of electron around the nucleus. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കൈനറ്റിക് എനർജീനെ നമുക്ക് നോൺ റിലേറ്റിവിസ്റ്റിക് സിറ്റുവേഷനിലെ പോലെ ½mVn² എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. റസ്റ്റ് എം എന്ന് പറയുന്നത് റസ്റ്റ് മാസ്, അതും റിലേറ്റിവിസ്റ്റിക് മാസും തമ്മിലുള്ള വ്യത്യാസം കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. റസ്റ്റ് മാസ് റിലേറ്റിവിസ്റ്റിക് മാസും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ മാസ് വേരിയബിൾ അല്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ റിലേറ്റിവിറ്റിയുടേതായിട്ടുള്ള ഒരു ഐഡിയാസും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓർബിറ്റൽ മാക്സിമം വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൗണ്ട് 10 raised to 6 meter per second, which is very small compared to the speed of light. ഓക്കെ, അതാണ് നമുക്ക് ഈ ഓർബിറ്റൽ വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് ബോർ തിയറി പ്രകാരം നമ്മൾ പറഞ്ഞത് ഇലക്ട്രോൺസ് എന്ന് സെൻറ്ററിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ചില സർട്ടൻ ഡെഫിനിറ്റ് ഓർബിറ്റുകളിലാണ് റിവോൾവ് ചെയ്യുന്നത്. സർട്ടൻ ഡെഫിനിറ്റ് ഓർബിറ്റ്സ് where this n is equal to 1, here n is equal to 1, here n is equal to 2, n is equal to 3. ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ എല്ലാ കേസിലും ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π വരും. nh/2π or nh cross. That means angular momentum and orbital radius are quantized. പിന്നെ ബോർ പോസ്റ്റുലേറ്റിൽ നമ്മൾ പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത് അപ്പർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ ഈ രണ്ട് എനർജി ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജിയുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഒറിജിൻ പറയാൻ പറ്റും.
മാത്രമല്ല ഈ ഓർബിറ്റുകൾ എന്ന് പറയുന്നത് ഇത്തരം ഡെഫിനിറ്റ് ഓർബിറ്റുകളിൽ ഓർബിറ്റുകൾ എന്ന് പറയുന്നത് നോൺ റേഡിയേറ്റീവ് ഓർബിറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ എനർജി റേഡിയേഷൻ സംഭവിക്കുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ ബോർ പോസ്റ്റുലേറ്റിൽ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഓർബിറ്റൽ റേഡിയസിന് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു, n²a0 എന്നും ഓർബിറ്റൽ വെലോസിറ്റിക്ക് c/n × α എന്നും നമ്മൾ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റിയും ഓർബിറ്റൽ റേഡിയസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എനർജിയാണ്. എനർജി ലെവൽസ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് എനർജി ലെവൽസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. എന്നിട്ട് എങ്ങനെയാണ് സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഒറിജിൻ എന്നൊന്ന് ഡിസ്കസ് ചെയ്യണം. പക്ഷേ ആ ഒരു ഡിസ്കഷൻ്റെ ബോർ തിയറിയിലെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു ഡിസ്കഷന് മുമ്പായിട്ട് ബോർ മോഡൽ ഓഫ് ആറ്റം മറ്റൊരു അപ്രോച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഡിസ്കഷനാണ് നമ്മൾ ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഈ ബോർ മോഡൽ ഓഫ് ആറ്റം ഒന്ന് അനലൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബോർ പോസ്റ്റുലേറ്റ്സ് ഒന്ന് അനലൈസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഡിബ്രോയി വേവ് ലെങ്ത്തിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, മാറ്റർ വേവ്സിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ബോർ മോഡൽ ഒന്ന് അനലൈസ് ചെയ്യണം. അതിന് ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ 1913 ബോർ മോഡൽ ഓഫ് ആറ്റം പ്രപ്പോസ് ചെയ്യുന്നത്. 12 ഇയേഴ്സിന് ശേഷമാണ്, അറൗണ്ട് 12 to 11 ഇയേഴ്സിന് ശേഷമാണ് ഡി ബ്രോയി മാറ്റർ വേവ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾ. അപ്പോൾ ഈ ഡീബ്രോയിയുടെ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ബോർ മോഡൽ ഓഫ് ആറ്റം ഒന്നും കൂടി അല്ലെങ്കിൽ വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഒരു അനാലിസിസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡീബ്രോയി വേവ്സിൻ്റെയും മാറ്റർ വേവ്സിൻ്റെയും കോൺസെപ്റ്റ് കൃത്യമായിട്ട് ബോർ മോഡലിൽ ഫിറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഒറിജിനൊക്കെ നമുക്ക് ഈ ഡീബ്രോയി കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു തിയറി ഡെവലപ്പ് ചെയ്ത് 1913 ഡെവലപ്പ് ചെയ്യുന്ന തിയറിക്ക് ശേഷം 10-12 വർഷത്തിന് ശേഷം വരുന്ന പുതിയൊരു തിയറി വെച്ചിട്ട് നമ്മളുടെ ബോർ മോഡൽ ഓഫ് ആറ്റം ഒന്നും കൂടി അനലൈസ് ചെയ്ത് അത് അക്യുറേറ്റ് ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആണെന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് പറയുന്നത് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഒന്നും കൂടി എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു അനാലിസിസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോർ മോഡൽ ഓഫ് ആറ്റം ഡീബ്രോയി കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം, അനാലിസിസ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ ബോർ തിയറി using de Broglie concept of matter waves. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ്. ഡീബ്രോയുടെ അനാലിസിസ് പ്രകാരം എന്താ, ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നതിനൊരു വേവ് നേച്ചർ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു വേവ് നേച്ചറുള്ള പാർട്ടിക്കിളിന് ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിന് ഒരു വേവ് നേച്ചർ ഉണ്ട്. ആ വേവ് നേച്ചർ നമ്മൾ ഡീബ്രോയി വേവ് ലെങ്ത് നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യാറുള്ളത്, ഡീബ്രോയി വേവ് ലെങ്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് ലാംഡ = h/p എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. പി എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റമാണ്. ഇതൊരു പാർട്ടിക്കിൾ പ്രോപ്പർട്ടിയാണ്, ഇത് വേവ് പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് h/gamma-mv. ഏറ്റവും ജനറലൈസ്ഡ് ഫോമിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, gamma-mv എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഹിയർ
ഇൻ ദിസ് കേസ് ബോർ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയത് എന്താ, V1 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10⁻⁶ മീറ്റർ സെക്കൻഡ് ⁻⁻1 ആണ്. ദാറ്റ് മീൻസ് B ഈസ് ഫാർ ലെസ് ദാൻ C. സോ ഗാമ ഇസ് ഈക്വൽ ടു 1/√1 - V²/C² അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴുള്ള ഡിസ്കഷനിൽ ഈ ഗാമ 1 ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓർബിറ്റൽ മോഷനിലുള്ള ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, വളരെ ലൈറ്റിൻ്റെ വെലോസിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണ് എന്നുള്ള അസംഷനിൽ നമ്മൾ ഗാമ റിമൂവ് ചെയ്യുന്നു. ഗാമ റിമൂവ് ചെയ്യുമ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു h/mv എന്ന് പറയും. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ അറൗണ്ട് വിച്ച് ഈസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് അപ്പോൾ അതാണ് നമ്മൾ ഈ ഡിബ്രോയി കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതെങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ബോർ മോഡൽ ഓഫ് ആറ്റത്തിലും ഒക്കെ നമ്മൾ അസ്യൂം ചെയ്തത് സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിനു ചുറ്റും ഇലക്ട്രോൺസ് ഒരു സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നു. ഒരു nth ഓർബിറ്റ് ആണെങ്കിൽ റേഡിയസ് RN എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഫസ്റ്റ് ഓർബിറ്റ് സിമ്പിളായിട്ട് നമുക്ക് R എന്നിവിടെ അല്ല nth ഓർബിറ്റ് RN എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ വെലോസിറ്റി നമുക്ക് VN എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഹിയർ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു electrostatic force. So Fc is equal to Fe mvn² is equal to 1/4πε0 E²/Rn². ഓക്കെ, നമുക്കറിയുന്നതാണ് ഇത്. ബോറിൻ്റെ മോഡൽ നമുക്ക് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റും. ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ mvn² നമുക്കിതിന് ഇക്വേഷൻ നമ്പർ 13 എന്ന് കൊടുക്കാം. നമ്മളുടെ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഡിസ്കഷനിൽ എല്ലാ ലെക്ചേഴ്സിനും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് ഇക്വേഷൻ നമ്പർ 13 ചൂസ് ചെയ്തു. സോ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ mvn² is equal to E²/4πε0 Rn എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. സോ Vn² is equal to E²/4πε0 into m into Rn. So Vn is equal to E/√4πε0 m into Rn. This is Vn. Okay. Equation number 14 എന്ന് കൊടുക്കുക. Clear? So the wavelength lambda is equal to nth ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന് mvn എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ലാംഡ is equal to h/mvn എന്ന് കൊടുക്കാം. സോ h/m vn എന്ന് പറയുന്നത് √4πε0 m Rn divided by E. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ലാംഡ is equal to h/e √4πε0 Rn divided by m എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ എമ്മിനെ ഉള്ളിലേക്ക് എടുത്തപ്പോൾ m² ആയി. m² എമ്മും വെട്ടിപ്പോയി, താഴെ എം വന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ നമ്പർ 15 എന്ന് നമുക്ക് കൊടുക്കാം. സോ ഒരു nth ബോർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, എക്സ്പെരിമെൻ്റലി
ഡിബ്രോയി ഹൈപ്പോത്തസിസും അല്ലെങ്കിൽ ബോർ തിയറിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസ് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇപ്പോൾ നമുക്കറിയാം അത് ഇറ്റ് ഈസ് A0 ഫസ്റ്റ് ബോർ ഓർബിറ്റ്. അത് നമ്മൾ 5.3 ഇൻറ്റു 10⁻⁻11 മീറ്റർ അല്ലെങ്കിൽ 0.53 ആങ്സ്ട്രം എന്നൊക്കെയാണ് നമുക്ക് അറിയുന്ന ഒരു എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്ത ഇതാണ്. ബോർ മോഡലിൽ നിന്ന് ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ എക്സ്പെരിമെൻ്റലി ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസ് നമ്മൾ എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 5.3 ഇൻറ്റു 10⁻⁻11 ആണ്. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ബോർ ഓർബിറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h/e ഇൻറ്റു √4πε0 r1 ഡിവൈഡഡ് ബൈ m. ഈ r1ന് വാല്യൂ കൊടുക്കുക. അപ്പോൾ എച്ചിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6.625 ഇൻറ്റു 10⁻⁻34. ഇയുടെ വാല്യൂ 1.6 ഇൻറ്റു 10⁻⁻19 √4 ഇൻറ്റു 3.14 ഇൻറ്റു 8.85 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു 5.3 ഇൻറ്റു 10⁻⁻11 ഹോൾ ഡിവൈഡഡ് ബൈ 9.1 into 10⁻⁻31. So you will get a result like this, which is equal to 33 into 10⁻⁻11 meter എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ഫസ്റ്റ് ബോർ ഓർബിറ്റിൽ റേഡിയസ് 0.53 ആങ്സ്ട്രം ആണെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 33 into 10⁻⁻11 മീറ്റർ ആയിരിക്കും. നമുക്കിവിടെ R എന്ന് കിട്ടിയത് എന്താ? RN അല്ലെങ്കിൽ R1 എന്ന് പറയുന്നത് 5.3 ഇൻറ്റു 10⁻⁻11 ആണ്. ഒരു സർക്കുലർ ഓർബിറ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഈ ഓർബിറ്റിൻ്റെ സർക്കംഫറൻസ് ഓഫ് ദ ഓർബിറ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 2πr1. ഈ nth ഓർബിറ്റ് ആണെങ്കിൽ 2πr. സോ 2 ഇൻറ്റു 3.14 into 5.3 into 10⁻⁻11. That is also equal to 33 into 10⁻⁻11. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കൺക്ലൂഷൻ? ഈ ഓർബിറ്റിൻ്റെ ഫസ്റ്റ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ബോർ ഓർബിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഓർബിറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ആ ഓർബിറ്റിൻ്റെ സർക്കംഫറൻസിന് ഇക്വലൻ്റ് ആണ്. അതായത് സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു 1 electron wavelength. So in the case of first orbit of hydrogen atom, electron wavelength like circumference of the orbit is equal to 1 electron wavelength. അപ്പോൾ നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഏത് വേവ് ലെങ്ത്തിലും നമുക്ക് അതായത് ഏത് ഓർബിറ്റിലും നമുക്ക് ജനറലി ഇപ്പോൾ nth ഓർബിറ്റ് ആണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് 2πrn എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമ്മളുടെ ചോദ്യം. ഈ കണ്ടീഷനും ഓർബിറ്റിൻ്റെ സ്റ്റെബിലിറ്റിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അനാലിസിസിന് വേണ്ടി നമ്മളൊരു അനലോഗി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വേറൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ ഒരു അനാലിസിസ് ഇവിടേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇതെന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു 2πr എന്നുള്ളതാണ്. അതായത് സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു ഇലക്ട്രോൺ വേവ് ലെങ്ത്.
we can develop theory of the atom. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. let us develop theory of atom using this idea. അതായത് can we generalize it to any orbit? ഇതാണ് നമ്മളുടെ ചോദ്യം. ഹൈഡ്രജന്റെ കേസിന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി ഈ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു എക്സാമ്പിൾ എടുക്കാൻ പോവാണ്. വി വിൽ കൺസിഡർ വൈബ്രേഷൻസ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷനാണിത്. ഈ ഒരു കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഡിബ്രോയി വേവ് ലെങ്തിൻ്റെ കൺസെപ്റ്റും ഓർബിറ്റൽ സ്റ്റെബിലിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. സോ വി വിൽ കൺസിഡർ വൈബ്രേഷൻസ് of a circular wire loop. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഒരു സ്ട്രക്ചർ സ്ട്രിങ് നിങ്ങൾക്ക് അറിയാം. ഈ വയർ ലൂപ്പിന്റെ വൈബ്രേഷനും ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ റിവല്യൂഷനും തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വയർ ലൂപ്പിന്റെ അതൊരു അനലോഗി ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നമ്മളൊരു സ്ട്രക്ചർ സ്ട്രിങ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സ്ട്രക്ചർ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് എൻഡും ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിങ്. അതിൽ വൈബ്രേഷൻസ് ഉണ്ടായാൽ അതിൽ സ്റ്റാൻഡിങ് വേവ്സ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. പല രൂപത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് പോസിബിൾ ആണ്. ഇങ്ങനൊരു മോഡ് ഓഫ് വൈബ്രേഷൻ പോസിബിൾ ആണ്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് λ/2 ആണ് ഈ കേസ്. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരാം. ഇപ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 2λ/2 വരും. λ വരും. അങ്ങനെ ഇനിയിപ്പോൾ ഈ രൂപത്തിൽ വരാം. പല രൂപത്തിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ സ്ട്രിങ്ങിൽ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് എൻഡിലും കണക്ട് ചെയ്തേക്കണ ഒരു സ്ട്രിങ് ആണ്. രണ്ട് എൻഡും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുണ്ടാവുന്ന വൈബ്രേഷൻസ് എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ ഈ സ്ട്രക്ചർ സ്ട്രിങ്ങിനെ ഒന്ന് ബെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ സ്ട്രക്ചർ സ്ട്രിങ്ങിലുള്ള വേവിനെയാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത്. ഇവിടെ ഞാൻ അതിനൊന്ന് ബെൻഡ് ചെയ്തു. ഒന്ന് ബെൻഡ് ചെയ്തിട്ട് നമ്മളതിനെ കുറച്ചൊന്ന് ബെൻഡ് ചെയ്തപ്പോൾ അതിങ്ങനെയും മാറി. ഈ രൂപത്തിൽ ബെൻഡ് ചെയ്യപ്പെട്ടു. കുറച്ചും കൂടി ബെൻഡ് ചെയ്താൽ ഇങ്ങനെയായി മാറും. കംപ്ലീറ്റ് ഒരു സർക്കുലർ ലൂപ്പിലേക്ക് എത്തിയാൽ അതിലെ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. വൈബ്രേഷൻസ് എന്ന് പറയുന്നത് ഈ രൂപത്തിൽ വരും. അപ്പം ഇവിടെ നോക്കൂ, ഇങ്ങനെ ഒരു വൈബ്രേഷൻ നമ്മൾ ഈ വേവിനെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരുമ്പോൾ ഒരു സിംഗിൾ വേവ് എന്ന് പറയുന്നത് സർക്കംഫറൻസിന് തുല്യമായിട്ട് വരും. ഒരു സിംഗിൾ വേവ് എന്ന് പറയുന്നത് ഒരു വയർ ലൂപ്പിൽ സർക്കംഫറൻസിന് തുല്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ മോഡ് അങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഒരു സിംഗിൾ വേവ് 1 ഇലക്ട്രോൺ വേവ് ലെങ്ത് എന്ന് പറയുന്നത് സർക്കംഫറൻസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് സാധാരണ. ഇനി അങ്ങനെ അല്ലാതെയും വരാം. നമുക്ക് ഒരു
വയർ ലൂപ്പിലുള്ള വൈബ്രേഷൻസ് എന്ന് പറയുന്നത് വയർ ലൂപ്പിലുള്ള വൈബ്രേഷൻസ് നിങ്ങൾ എന്താ പറയുക മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ വയർ ലൂപ്പിലുള്ള വൈബ്രേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ദ വേവ് ലെങ്ത് ഫോർ ഡിഫറെൻറ്റ് മോഡ്സ് വിൽ ബി ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ വേവ് ലെങ്ത്. The circumference of the loop will be always an integral multiple of wavelength. നമ്മൾ ആ പിക്ചോറിയൽ റെപ്രസെൻ്റ് ചെയ്തായിരുന്നു ഒരു സർക്കുലർ വയർ ലൂപ്പിലെ അതിലുള്ള വൈബ്രേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ രൂപത്തിൽ ഒരു വൺ വേവ് നമ്മളിവിടെ ഈ ഫിഗറിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൺ വേവ് ലാംഡ ഇസ് ഈക്വൽ ടു 2πr എന്നാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി ഇതല്ലാതെ ഡിഫറെൻറ്റ് മോഡ്സുകൾ നിങ്ങളൊരു വയർ ലൂപ്പിൽ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അത് ഈ രൂപത്തിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതിന് ചില എക്സാമ്പിൾസ് ഞാനിവിടെ പ്ലോട്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് ഒരു വയർ ലൂപ്പ് എന്ന് വിചാരിക്കുക. ആ വയർ ലൂപ്പിൽ 2 വേവ് ലെങ്ത് ഉണ്ടാവുന്നതെന്ന് വിചാരിച്ചു. സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2 ലാംഡയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് വേവ് പാറ്റേൺ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. വേവ് പാറ്റേൺ എന്ന് പറയുന്നത് ഓക്കെ, ഇതാണ് ഈ എന്താ പറയുക നമ്മളുടെ ഗ്രീൻ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതാണ് ഇതിലുള്ള മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 വേവ് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 2 വേവ് എന്ന് പറയുന്നത് 2 × ലാംഡ ആയിരിക്കും സർക്കംഫറൻസ്. സർക്കംഫറൻസ് എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിൻ്റെ ഡബിൾ ആയിട്ടാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തത്. ഇതൊരു പർട്ടിക്കുലർ മോഡാണ്. ഇനി മറ്റൊരു മോഡ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ഡിഫറെൻറ്റ് മോഡുകൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ആ ഡിഫറെൻറ്റ് മോഡുകൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഇതാണ് വയർ ലൂപ്പ് എന്ന് വിചാരിക്കുക. നമുക്കിവിടെ 1 2 3 4 1 2 3 4 5 6 7 1 നമുക്ക് ഇതിനെ ഇതും റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. സോ ഇവിടെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 5 ലാംഡയാണ് വന്നത്. ഓക്കെ, 5 ലാംഡ എന്നുള്ള രൂപത്തിൽ നമുക്ക്
ഓക്കെ, അത് ഫിഗർ വരച്ചപ്പോൾ കുറച്ചൊന്ന് ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി അത് വരയ്ക്കാം. One, two, three, four, five, six, seven, 8. ഇപ്പോൾ ഇവിടെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 4 ലാംഡ വരും. ഇത് കറക്റ്റ് എക്സാക്ട്ലി നമുക്ക് എക്സാക്ട്ലി വേവ് ലെങ്ത്, ഈക്വൽ വേവ് ലെങ്ത് ഉള്ള രീതിയിൽ വരയ്ക്കണം. ഞാനതൊന്ന് ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് വരയ്ക്കണം. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്ലോട്ട് വരയ്ക്കണം. കാരണം വേവ് ലെങ്ത് എല്ലാത്തിൻ്റെയും സെയിം വേവ് ലെങ്ത് ഉള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വേവ് അടുത്ത വേവുമായിട്ട് എക്സാക്ട്ലി ഫിറ്റ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. അതാണ് ഈ ഒരു സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾക്ക് പ്രധാനപ്പെട്ട കാര്യം. ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആവുമ്പോൾ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് വരുമ്പോൾ ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് അടുത്ത വേവുമായിട്ട് എക്സാക്ട്ലി ഫിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാൻഡിങ് അവിടെ എന്താ പറയുക വേവ്സ് വൈബ്രേഷൻസ് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള വൈബ്രേഷൻസ് നമുക്ക് അവിടെ പോസിബിൾ ആവും. ഈ വയർ ലൂപ്പ് എന്ന് പറയുന്നത് എക്സാക്ട്ലി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്ന് വിചാരിക്കാം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന വയർ ലൂപ്പ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ, ഇഫ് ദ വയർ ലൂപ്പ് ഈസ് perfectly elastic, which is satisfying this condition, then vibrations will continue indefinitely. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള വയർ ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വൈബ്രേഷൻസ് ഇൻഡെഫിനിറ്റ് ആയിട്ട് വരും. പക്ഷെ കണ്ടീഷൻ എന്താ? സർക്കംഫറൻസ് എന്ന് പറയുന്നത് എൽ ലാംഡ വരണം. അതായത് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് വരണം. അപ്പോൾ അത് നമുക്ക് പെർഫെക്റ്റ്ലി കണ്ടിന്യൂസ്, അതായത് എന്താ അതിൻ്റെ അർത്ഥം എന്താ? എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. എനർജി എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള രീതിയിൽ, എനർജി ഒരു തരത്തിലും നഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എനർജി ഒരു തരത്തിലും റേഡിയേറ്റ് ചെയ്ത് പോകുന്നില്ല എന്നുള്ള രൂപത്തിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അതാണ് ഒരു ഇത്. ഇനി ഇങ്ങനെയല്ല വന്നതെന്ന് വിചാരിക്കാം. വയർ ലൂപ്പിലെ റേഡിയേഷൻസ് ഈ രൂപത്തിലേ നമുക്ക് പോസിബിൾ ആവുള്ളൂ. അതിൽ വൈബ്രേഷൻസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ വയർ ലൂപ്പിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് വിച്ച് ഷുഡ് ബി ഈക്വൽ ടു എൻ ലാംഡ എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുക. ദാറ്റ് മീൻസ് ഇഫ് ഫ്രാക്ഷണൽ നമ്പർ ഓഫ് വേവ് ലെങ്ത് ആണെങ്കിൽ, ഫ്രാക്ഷണൽ നമ്പർ ഓഫ് വേവ് ലെങ്ത് ആണെങ്കിൽ നമുക്ക് അതിനൊരു പിക്ചോറിയൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സി നോക്കൂ, ഒരു വേവ് ഫ്രാക്ഷണലാവുമ്പോൾ കൂടെ 1 2 3 4 4.5 ആണ്, അല്ലെങ്കിൽ ഇവിടെ 2.5 വേവ്സ് ആണ് ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് it is not an integer. n is not an integer. In this case n is not an integer. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ഈ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കൃത്യമാണ് ഇവിടെ ഇതിന് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് സംഭവിക്കുക. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് പോസിബിൾ ആവുക. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കാരണം ഈ വൈബ്രേഷൻസ് വളരെ ഫാസ്റ്റായിട്ട് ഡൈ ഔട്ട് ചെയ്തു പോകും. വൈബ്രേഷൻസ് വിൽ ഡൈ ഔട്ട്
die out rapidly. ഓക്കെ, സോ എന്ത് സംഭവിക്കും? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, സ്റ്റേബിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള റേഡിയേഷൻസ് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള വൈബ്രേഷൻസ് കിട്ടണമെങ്കിൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് n ലാംഡ ആവണം. n മസ്റ്റ് ബി അൻ ഇൻറ്റിജർ. ഓക്കെ, ക്ലിയർ? ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് ബോർ തിയറിയിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ തൊട്ട് മുമ്പ് കിട്ടി. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് സർക്കംഫറൻസിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് കിട്ടി ഫസ്റ്റ് ഓർബിറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഓർബിറ്റിൽ വരുമ്പോഴും നമുക്ക് റേഡിയസ് RN ആണെങ്കിൽ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈബ്രേഷൻസ് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള വൈബ്രേഷൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ എനർജി കോൺസ്റ്റന്റ് ആണ്, എനർജി റേഡിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു ബോർ തിയറിയുടെ കേസിൽ അല്ലെങ്കിൽ ബോർ അറ്റോമിക് മോഡലിൻ്റെ കേസിൽ നോൺ റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഓർബിറ്റുകൾക്ക് നമുക്ക് ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. n lambda is equal to 2 pi RN. That means this is the condition for the stability of the orbit. So n lambda is equal to 2 pi RN. ഞാൻ ഈ ഫിഗർ വരച്ചതിലൊക്കെ ചെറിയൊരു വ്യക്തത കുറവുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ Concepts of Modern Physics, Chapter 3 or Chapter 4 by Arthur Baser, 6th edition. അപ്പോൾ ആ ഫിഗറുകൾ നമ്മളൊന്ന് ഇത്തരത്തിലുള്ള വയർ ലൂപ്പിൻ്റെ വൈബ്രേഷൻസിൻ്റെ ഫിഗർ ഒന്നും കൂടി ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. n is equal സർക്കംഫറൻസ് 2 വേവ് ലെങ്ത് ആവുന്നതും സർക്കംഫറൻസ് 4 വേവ് ലെങ്ത് ആവുന്നതും സർക്കംഫറൻസ് 8 വേവ് ലെങ്ത് ആവുന്നതും അതേപോലെ തന്നെ സർക്കംഫറൻസ് ഫ്രാക്ഷണൽ നമ്പർ ഓഫ് വേവ് ലെങ്ത് വരുന്ന സിറ്റുവേഷനും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫ്രാക്ഷണൽ നമ്പർ ഓഫ് വേവ് ലെങ്ത് വരുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുമെന്നും അതുകൊണ്ട് തന്നെ വൈബ്രേഷൻസ് പെട്ടെന്ന് ഡയോട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻസ് ഇൻഡെഫിനിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അത് സ്യൂട്ടബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു വയർ ലൂപ്പിലെ വൈബ്രേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു n ലാംഡ എന്ന് എഴുതേണ്ടി വരും. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ബോർ മോഡലിലേക്ക് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഒരു നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റിന് ഓർബിറ്റൽ സ്റ്റെബിലിറ്റിക്ക് നമുക്ക് n ലാംഡ ഇസ് ഈക്വൽ ടു 2 pi RN എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, so n lambda is equal to 2 pi RN. Then we can simply write it as, നമ്മൾ 2-3 ഇക്വേഷൻസിൻ്റെ നമ്പർ റെപ്രസെൻ്റ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ ലാംഡ is equal to h by e root of 4 pi epsilon naught RN divided by m എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്, which is equation number 15. ആൻഡ് വി ഗോട്ട് ഇത് നമ്മൾ r is equal to 1 കൊടുത്തപ്പോൾ ലാംഡ എന്ന് പറയുന്നത് 33 × 10⁻⁻11 മീറ്റർ എന്ന് കിട്ടി. നമുക്ക് ഇക്വേഷൻ നമ്പർ 16 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ 2 pi RN ഈസ് അഗെയിൻ r ഈസ് ഈക്വൽ ടു 33 × 10⁻11 മീറ്റർ എന്ന് കിട്ടി. നമുക്ക് ഇക്വേഷൻ നമ്പർ 17 എന്ന് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഓർബിറ്റിന് നമുക്ക് ലാംഡ ഇസ് ഈക്വൽ ടു 2 pi R1 എന്ന് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇത് തന്നെയാണ് നമ്മൾ എഴുതിയത്. കണക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 18 നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻസ് നമ്മൾ ഇനി അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പറിൽ ഒരു അവ്യക്തത ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ ഇങ്ങനെ കൊടുത്തത്. സോ നമുക്ക് ഓർബിറ്റൽ സ്റ്റെബിലിറ്റിക്കുള്ള കണ്ടീഷനായിട്ട് കിട്ടിയത്, അതിൽ നിന്ന് തുടങ്ങാം. ഓർബിറ്റൽ സ്റ്റെബിലിറ്റിക്കുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് n ലാംഡ ഇസ് ഈക്വൽ ടു 2 pi RN എന്നുള്ളത്.
ലാംഡ നമുക്ക് 15 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എൻ എച്ച് ബൈ ഇ റൂട്ട് ഓഫ് 4 പൈ എപ്സിലോൺ നോട്ട് ആർ എൻ ഡിവൈഡഡ് ബൈ എം ഈക്വൽ ടു 2 പൈ ആർ എൻ റെപ്രസെൻറ്റ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് സ്ക്വയർ ചെയ്യാം, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. അപ്പോൾ എന്ത് വരും? എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ ഇ സ്ക്വയർ ഇൻറ്റു 4 പൈ എപ്സിലോൺ നോട്ട് ആർ എൻ ഡിവൈഡഡ് ബൈ എം ഈക്വൽ ടു 4 പൈ സ്ക്വയർ ആർ എൻ സ്ക്വയർ. അപ്പോൾ ഈ ആർ എനും ഈ സ്ക്വയറും വെട്ടിപ്പോയി. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ്, ആർ എൻ ക്യാൻ ബി റിട്ടൺ ആസ് n square h square into 4 pi epsilon naught divided by 4 pi square. ഈ 4 pi square ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇൻറ്റു എം എഴുതി. ഈ 4ഉം 4ഉം വെട്ടിപ്പോയി, പൈയും ഈ സ്ക്വയറും വെട്ടിപ്പോയി. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ നോട്ട് ഡിവൈഡഡ് ബൈ, ഇവിടെ ഈ സ്ക്വയർ എഴുതാൻ വിട്ടുപോയി, പൈ എം ഈ സ്ക്വയർ എന്ന് എഴുതാം. ദിസ് ഈസ് ദ ഓർബിറ്റൽ റേഡിയേഷൻ. നമുക്ക് ആംഗുലർ മൊമെന്റത്തിന്റെ ക്വാണ്ടൈസേഷൻ എന്ന് ബോർ മോഡലിൽ കിട്ടിയ അതേ റിസൾട്ട് തന്നെ നമുക്ക് ഡി ബ്രോയി കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എൻ ലാംഡ ഈക്വൽ ടു 2 പൈ ആർ എന്ന് പറയുന്ന കണ്ടീഷൻ, ഓർബിറ്റൽ സ്റ്റെബിലിറ്റിയുള്ള കണ്ടീഷൻ കൊടുത്തിട്ട് നമുക്ക് ഇത് കിട്ടി. ഓർ യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് എൻ സ്ക്വയർ എ നോട്ട്. എ നോട്ടൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്, എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. സോ